ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ. മൊത്തം ഒരു റിവിഷനാണ് നോക്കാൻ പോകുന്നത്. ഏകദേശം എല്ലാ പോയിന്റ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുറച്ച് ലോങ് വീഡിയോ ആണ്, തീർച്ചയായിട്ടും മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എക്സാം എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ കുറച്ച് ഫാദേഴ്സാണ് നോക്കുന്നത്. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ചാൾസ് ബാബേജ്, ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് അലൻ ട്യൂറിംഗ്, father of modern computer Alan Turing, father of computer architecture John von Neumann, father of supercomputer Seymour Cray, father of Indian supercomputer Vijay P. Bhatkar, father of personal computer Edward Robert. Okay, ഒന്നുകൂടി പറയാം. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ചാൾസ് ബാബേജ്, ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് അലൻ ട്യൂറിംഗ്, father of modern computer Alan Turing, father of computer architecture John von Neumann, father of supercomputer Seymour Cray, father of Indian supercomputer Vijay P. Bhatkar, father of personal computer Edward Robert, father of IT Claude Shannon, father of Indian IT Rajiv Gandhi, father of IT Claude Shannon, ഫാദർ ഓഫ് ഇന്ത്യൻ IT രാജീവ് ഗാന്ധി. ഇനി ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ നോക്കാം. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? വാക്വം ട്യൂബ്സ് ഫോർ സർക്യൂട്ടിംഗ്, അതായത് സർക്യൂട്ടിങ്ങിന് വാക്വം ട്യൂബ്സ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. വാക്വം ട്യൂബ് ഇൻവെൻറ്റ് ചെയ്തത് ജോൺ ആംബ്രോസ് ഫ്ലെമിംഗ്. മെഷീൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ബൈനറി ലാംഗ്വേജ് സീറോസ് ആൻഡ് വൺസ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഫസ്റ്റ് കൊമേഴ്ഷ്യൽ കമ്പ്യൂട്ടർ യൂണിവാക് ആണ്, യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. ഫസ്റ്റ് കൊമേഴ്ഷ്യൽ കമ്പ്യൂട്ടർ ബൈ IBM 701. ഫസ്റ്റ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ENIAC, electronic numerical integrator and computer or calculator. Examples for first generation computers UNIVAC, ENIAC, EDVAC, EDSAC, IBM 701. ഒന്നുകൂടി പറയാം. വാക്വം ട്യൂബ്സ് ഫോർ സർക്യൂട്ടറി ഫസ്റ്റ് ജനറേഷൻ. വാക്വം ട്യൂബ് ഇൻവെൻറ്റ് ചെയ്തത് ജോൺ ആംബ്രോസ് ഫ്ലെമിംഗ്. മെഷീൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ബൈനറി ലാംഗ്വേജ് ആണ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. സീറോസ് ആൻഡ് വൺസ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഫസ്റ്റ് കൊമേഴ്ഷ്യൽ കമ്പ്യൂട്ടർ യൂണിവാക് ആണ്, യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. ഫസ്റ്റ് കൊമേഴ്ഷ്യൽ കമ്പ്യൂട്ടർ ബൈ IBM 701. ഫസ്റ്റ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ENIAC ആണ്, അതിൻ്റെ ഫുൾ ഫോം ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ ഓർ കാൽക്കുലേറ്റർ. എക്സാമ്പിൾസ് ഫോർ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് UNIVAC, ENIAC, EDVAC, EDSAC, IBM 701. സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് നോക്കാം. ട്രാൻസിസ്റ്റർ റീപ്ലേസ്ഡ് വാക്വം ട്യൂബ്സ് റീപ്ലേസ് ചെയ്ത് ട്രാൻസിസ്റ്റേഴ്സ് വന്നു. ഈ ട്രാൻസിസ്റ്റർ ഇൻവെൻറ്റ് ചെയ്തത് ജോൺ ബർഡിനും വാൾട്ടർ ബ്രാറ്റൈൻ, വില്യം ഷോക്ലി 1947. ട്രാൻസിസ്റ്റർ അറിയപ്പെടുന്നത് വണ്ടർ ചൈൽഡ് ഓഫ് ഇലക്ട്രോണിക്സ് എന്നാണ്. ഫസ്റ്റ് കമ്പ്യൂട്ടർ മെയ്ഡ് ബൈ യൂസിങ് ട്രാൻസിസ്റ്റർ ട്രാഡിയാക് ആണ്. PSCൻ്റെ ആൻസർ പ്രകാരം IBM 1401 ആണ്. ബൈനറി ലാംഗ്വേജ് ടു സിംബോളിക് അസംബ്ലി ലാംഗ്വേജസ് ആണ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. സിംബൽസ് യൂസ്ഡ് ഇൻ അസംബ്ലി ലാംഗ്വേജസ് നിമോണിക്സ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിന് എക്സാമ്പിൾ ആണ് IBM 7000, IBM 1401. ട്രാൻസിസ്റ്റേഴ്സ് ആണ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. വാക്വം ട്യൂബ്സ് ഒഴിവാക്കിയിട്ട് ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചു. ഇത് ഇൻവെൻറ്റ് ചെയ്തത് ജോൺ ബർഡിൻ, വാൾട്ടർ ബ്രാറ്റൻ, വില്യം ഷോക്ലി 1947. ട്രാൻസിസ്റ്റർ അറിയപ്പെടുന്നത് വണ്ടർ ചൈൽഡ് ഓഫ് ഇലക്ട്രോണിക്സ് എന്നാണ്. ഫസ്റ്റ് കമ്പ്യൂട്ടർ ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയത് ട്രാഡിയാക് ആണ്. PSCൻ്റെ ആൻസർ പ്രകാരം IBM 1401. Binary language to symbolic or assembly languages. Symbols used in assembly language mnemonics. IBM 7000, IBM 1401. ഇനി തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ ഹൈ ലെവൽ ലാംഗ്വേജസ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. IC ഇൻവെൻറ്റ് ചെയ്തത് ജാക്ക് കിൽബിയും റോബർട്ട് നോയ്സും ആണ് 1958. IC ചിപ്സ് മെയ്ഡ് ഓഫ് സിലിക്കൺ. ദ ഡെവലപ്മെൻറ്റ് മെയ്ഡ് കമ്പ്യൂട്ടർ സ്മോളർ ഇൻ സൈസ്. അതായത് തേർഡ് ജനറേഷനിലേക്ക് എത്തുമ്പോഴത്തേക്കും കമ്പ്യൂട്ടറിൻ്റെ സൈസ് ചെറുതാവാൻ തുടങ്ങി. ഹൈ ലെവൽ ലാംഗ്വേജസ് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ഇൻവെൻറ്റ് ചെയ്തത് ജാക്ക് കിൽബിയും റോബർട്ട് നോയ്സും ആണ് 1958. IC ചിപ്പ് നിർമ്മിക്കുന്നത് സിലിക്കൺ ഉപയോഗിച്ചിട്ടാണ്. ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് മൈക്രോ പ്രോസസ്സറാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതായത് ഈ ഒരു ഒറ്റ ചിപ്പിൽ തൗസൻഡ്സ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നതാണ് മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത്. മൈക്രോ പ്രോസസ്സർ ഇൻവെൻറ്റ് ചെയ്തത് ടെഡ് ഹോഫും സ്റ്റാൻലി മേസറുമാണ്, അസിസ്റ്റഡ് ബൈ മസതോഷി ഷിമയും ഫെഡറിക്കോ ഫാഗിനും 1971. ഫസ്റ്റ് മൈക്രോ പ്രോസസ്സർ Intel 4004. ഹൈ ലെവൽ ലാംഗ്വേജസ് യൂസ്ഡ്. പേഴ്സണൽ കമ്പ്യൂട്ടർ revolution. Computers of fourth generation used very large scale integrated VLSI microprocessors. Silicon IC chip invented by Robert Noyce. Germanium IC chip ഇൻവെൻറ്റ് ചെയ്തത് ജാക്ക് കിൽബിയാണ്. ഓക്കെ, ഫോർത്ത് ജനറേഷനിൽ മൈക്രോ പ്രോസസ്സറാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. മൈക്രോ പ്രോസസ്സർ
തൗസൻഡ്സ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് റീപ്ലേസ് ചെയ്ത് സിംഗിൾ ചിപ്പാക്കി. ഈ മൈക്രോ പ്രോസസ്സർ ഇൻവെൻറ്റ് ചെയ്തത് ടെഡ് ഹോഫും സ്റ്റാൻലി മേസറുമാണ്. അസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് മസത്തോഷി ഷിമയും ഫെഡറിക്കോ ഫാഗിനുമാണ് 1971. ഫസ്റ്റ് മൈക്രോ പ്രോസസ്സർ ഇൻറ്റൽ 4004 ഹൈ ലെവൽ ലാംഗ്വേജസ് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. പേഴ്സണൽ കമ്പ്യൂട്ടറിൻ്റെ റവല്യൂഷൻ, കമ്പ്യൂട്ടർ ഓഫ് ഫോർത്ത് ജനറേഷൻ യൂസ്ഡ് വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേറ്റഡ് മൈക്രോ പ്രോസസ്സർ. സിലിക്കൺ IC ചിപ്പ് ഇൻവെൻറ്റ് ചെയ്തത് റോബർട്ട് നോയ്സ് ആണ്. ജർമ്മേനിയം IC ചിപ്പ് ഇൻവെൻറ്റ് ചെയ്തത് ജാക്ക് കിൽബി. ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് നോക്കാം. ULSI ആണ്, അൾട്രാ ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ മൈക്രോ പ്രോസസ്സേഴ്സ് യൂസ്ഡ്. AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വന്നു. പിന്നെ ഗെയിമിംഗ്, എക്സ്പേർട്ട് സിസ്റ്റംസ്, നാച്ചുറൽ ലാംഗ്വേജസ്, ന്യൂറൽ നെറ്റ്വർക്ക്സ്, റോബോട്ടിക്സ് ഇതൊക്കെ വന്നു. ഡെവലപ്മെൻറ്റ് ഓഫ് എക്സ്പേർട്ട് സിസ്റ്റം ടു മേക്ക് ഡിസിഷൻസ് ഇൻ റിയൽ ലൈഫ് സിറ്റുവേഷൻസ്. കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ഇങ്ങനെയാണ്. അതായത് CPU ഉള്ളിലാണ് എന്ത് വരുന്നത്, കൺട്രോൾ യൂണിറ്റും അരിത്മെറ്റിക് ലോജിക് യൂണിറ്റും. ഇത് കണക്ട് ചെയ്തിരിക്കുന്ന മെമ്മറി യൂണിറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇൻപുട്ട് ഡിവൈസ് CPU ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. CPU പ്രോസസ്സ് ചെയ്ത ഇൻഫർമേഷൻ ഔട്ട്പുട്ട് ഡിവൈസ് ആയിട്ട് പോകുന്നുണ്ട്. ഈ ഒരു ആർക്കിടെക്ചർ ഇൻവെൻറ്റ് ചെയ്തത് ജോൺ വാട്ട് ന്യൂമാൻ ആണ്. ഓക്കെ, ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ കമ്പോണൻറ്റ് ഓഫ് എ കമ്പ്യൂട്ടർ ആണ്. ഇലക്ട്രോ മെക്കാനിക്സ് കമ്പോണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ. ഓക്കെ, പ്രോസസ്സർ CPU എന്ന് പറഞ്ഞാൽ ഒരു IC സർക്യൂട്ട് പാക്കേജ് ആണ്, ഒരു സിലിക്കൺ ചിപ്പാണ്. ഈ സിലിക്കൺ ചിപ്പിനെയാണ് മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത്. CPU മദർ ബോർഡിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഹീറ്റ് സിങ്കും ഫാനും ഒരു ഹീറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എക്സാമ്പിൾസ് ഓഫ് പ്രോസസ്സേഴ്സ് ഇൻറ്റൽ കോർ i3, കോർ i5, കോർ i7, AMD ക്വാഡ് കോർ. രജിസ്റ്റേഴ്സ്, അതായത് CPU ഇൻസൈഡിലുള്ള സ്റ്റോറേജ് സ്പേസസ് ആണ് രജിസ്റ്റേഴ്സ്. ഫാസ്റ്റസ്റ്റ് മെമ്മറിയാണ് രജിസ്റ്റേഴ്സ് വരുന്നത്. ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ആർ ടെമ്പററി സ്റ്റോർഡ് ഇൻ രജിസ്റ്റേഴ്സ്. ഇത് മെമ്മറീൻ്റെ പാർട്ടല്ല. രജിസ്റ്റേഴ്സ് വർക്ക് അണ്ടർ ഇൻസ്ട്രക്ഷൻസ് ഓഫ് കൺട്രോൾ യൂണിറ്റ്. കൺട്രോൾ യൂണിറ്റ് ഇൻസ്ട്രക്ഷൻസ് പ്രകാരമാണ് രജിസ്റ്റേഴ്സ് വർക്ക് ചെയ്യുന്നത്. ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ആർ കളക്റ്റഡ് ആൻഡ് ഇറ്റ് സ്പീഡ്സ് അപ്പ് ദ അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ്. അതായത് ഡാറ്റ ഇൻസ്ട്രക്ഷൻസും കളക്ട് ചെയ്തിട്ട് ആ ഒരു അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് സ്പീഡപ്പ് ചെയ്യും. ഓക്കെ, മദർ ബോർഡ് എന്താണെന്ന് നോക്കാം. പ്രോസസ്സർ ആൻഡ് അതർ കമ്പോണൻസ് ആർ ഇൻക്ലൂഡഡ്. പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡാണ് മദർ ബോർഡ്. എക്സ്പാൻഷൻ സ്ലോട്ട്സ് ആർ അവൈലബിൾ ടു കണക്ട് മെമ്മറി, ഗ്രാഫിക്സ് കാർഡ്, സൗണ്ട് കാർഡ് എക്സെട്ര. പെരിഫറൽ ഡിവൈസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഇത് ഇൻഫർമേഷൻ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുക അല്ലെങ്കിൽ ആ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നിന്ന് റിസീവ് ചെയ്യുന്ന ഡിവൈസസ് ആണ് പെരിഫറൽ ഡിവൈസസ് എന്ന് പറയുന്നത്. അതായത് പെരിഫറൽ ഡിവൈസസ് എന്നാണ് ഇതിനൊക്കെ അറിയപ്പെടുന്നത്. ഏതൊക്കെയാണ് എക്സാമ്പിൾ? കീബോർഡ്, മൗസ്, മോണിറ്റർ, പ്രിൻ്റർ, സ്കാനർ ആൻഡ് USB ഡ്രൈവർ. ഇതൊക്കെയാണ് പെരിഫറൽ ഡിവൈസിന് എക്സാമ്പിൾ. ടൈപ്സ് ഓഫ് പെരിഫറൽ ഡിവൈസസ് 3 ടൈപ്പാണ്. ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ്. ഓക്കെ, ഇൻപുട്ട് ഡിവൈസസ് ഇൻസേർട്സ് ഡാറ്റ ഓർ കമൻറ്റ്സ് ഇൻ ടു ദ കമ്പ്യൂട്ടർ സിസ്റ്റം. കീബോർഡ്, മൗസ്, സ്കാനർ, ബാർകോഡ് റീഡർ, ഡിജിറ്റൽ പെന്ന്, വെബ് ക്യാം, മൈക്രോഫോൺ ഇതൊക്കെയാണ് ഇൻപുട്ട് ഡിവൈസിന് എക്സാമ്പിൾ. An output device receives the processed data from the computer system and presents that data to user. Monitor, printer, speaker, headphone, projector ഇതൊക്കെയാണ് ഔട്ട്പുട്ട് ഡിവൈസിന് എക്സാമ്പിൾ. ഒരു ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസിന് പറയുന്നത്, അതായത് അതിന് 2 ഓപ്പറേഷൻസും 2 ഫങ്ഷൻസും ചെയ്യാൻ പറ്റും. ഓക്കെ, ഹാർഡ് ഡ്രൈവ്, USB ഡ്രൈവ്, മെമ്മറി കാർഡ്, ടേപ്പ് ഡ്രൈവ്, NIC ഇതൊക്കെയാണ് ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിന് എക്സാമ്പിൾ. ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുമ്പോൾ അത് പ്രൊവൈഡിങ് ഡാറ്റ, അതായത് ആ ഒരു സിസ്റ്റത്തിലേക്ക് ഡാറ്റ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. ദിസ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം കുഡ് ബി അതായത് എന്തെങ്കിലും ഒരു കമ്പ്യൂട്ടർ പോലത്തെ ഒരു ഡിവൈസിലേക്ക് ഡാറ്റ കൊടുക്കുന്നതാണ് ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. ക്യാമറ, ടച്ച് സ്ക്രീൻ, മൗസ്, കീബോർഡ്, ജോയ്സ്റ്റിക്ക്, സ്കാനർ, മൈക്രോഫോൺ, ട്രാക്ക് ബോർഡ് ഇതൊക്കെയാണ്. കീബോർഡ് എന്ന് പറയുമ്പോൾ ഒരു വെരി പോപ്പുലർ ആയിട്ടുള്ള, മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. അതായത് നമുക്ക് ഡാറ്റ കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ട്രഡീഷണൽ ടൈപ്പ് റൈറ്ററിൻ്റെ ആ ഒരു ലേഔട്ടിലാണ് നമ്മുടെ കീബോർഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൽ അഡീഷണൽ കീസ് വരുന്നുണ്ട്. അപ്പോൾ കീബോർഡ് 104 കീസ് ഉള്ളതും 108 കീസ് ഉള്ളതും അവൈലബിൾ ആണ്. ഓക്കെ, ടൈപ്പിംഗ് കീസ് എന്നറിയപ്പെടുന്നത് A to Z ഉള്ള ലെറ്റേഴ്സും പിന്നെ 0 to 9 ഉള്ള ഡിജിറ്റ് കീസും ആണ്. ഓക്കെ, ന്യൂമറിക് കീപാഡ്, ഇറ്റ് ഈസ് യൂസ് ടു എൻ്റർ ന്യൂമറിക് ഡാറ്റ ഓർ
cursor movement. Generally, it consists of 17 keys that are laid out in the same configuration used by most adding machines and calculations. ന്യൂമറിക് കീപാഡിൽ എത്ര കീസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, 17 കീസാണ് വരുന്നത്. ഇത് നമ്മൾ ഈ കാൽക്കുലേറ്ററിൻ്റെ ആ ഒരു അറേഞ്ച്മെൻറ്റിൽ അതിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന പോലെയാണ് വരുന്നത്. ഓക്കെ, എസ്കേപ്പ് കീ, ഫംഗ്ഷൻ കീസ്, ബാക്ക് സ്പേസ് കീ, നാവിഗേഷൻ ആൻഡ് എഡിറ്റിംഗ് കീസ്, ഓൾട്ട് കീ, വിൻഡോസ് കീ, കൺട്രോൾ കീ, ഡയറക്ഷണൽ കീസ്, ന്യൂമറിക്കൽ കീപാഡ്, ഇതൊക്കെയാണ് വരുന്നത്. ഓക്കെ, ഫംഗ്ഷൻ കീസ്, ദ 12 ഫംഗ്ഷൻ കീസ് ആർ പ്രസൻറ്റ് ഓൺ ദ കീബോർഡ്. ഇതാ ഇവിടെ ടോപ്പിലായിട്ട് F1 തൊട്ട് F12 വരെയുള്ള 12 ഫംഗ്ഷൻ കീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈച്ച് ഫംഗ്ഷൻ കീ ഹാസ് എ യുണീക്ക് മീനിങ് ആൻഡ് ഈസ് യൂസ്ഡ് ഫോർ സം സ്പെസിഫിക് പർപ്പസ്. ഓരോന്നും ഓരോ സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. കൺട്രോൾ കീസ്, ദീസ് കീസ് പ്രൊവൈഡ് കേഴ്സർ ആൻഡ് സ്ക്രീൻ കൺട്രോൾ. കേഴ്സറിൻ്റെയും സ്ക്രീനിൻ്റെയും കൺട്രോൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ കൺട്രോൾ കീസ് ആണ്. ഇതിൽ 4 ഡയറക്ഷണൽ ആരോസ് ഉണ്ട്. അതുപോലെ തന്നെ ഹോം, എൻഡ്, ഇൻസേർട്ട്, ഡിലീറ്റ്, പേജ് അപ്പ്, പേജ് ഡൗൺ, കൺട്രോൾ, ആൾട്ടർനേറ്റ്, എസ്കേപ്പ്, ഇതൊക്കെയാണ് കൺട്രോൾ കീസ്. സ്പെഷ്യൽ പർപ്പസ് കീസ് എന്ന് പറയുമ്പോൾ കീബോർഡ് ഓൾസോ കണ്ടെയ്ൻ സം സ്പെഷ്യൽ പർപ്പസ് കീസ്. എൻ്റർ, ഷിഫ്റ്റ്, ക്യാപ്സ് ലോക്ക്, നമ്പർ ലോക്ക്, സ്പേസ് ബാർ, ടാബ് ആൻഡ് പ്രിൻറ്റ് സ്ക്രീൻ. മൗസ് എന്ന് പറയുമ്പോൾ ഒരു മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള പോയിൻറ്റിംഗ് ഡിവൈസ് ആണ്. കഴ്സർ കൺട്രോൾ ഡിവൈസ് ആണ്. അതായത് ഒരു പാം സൈസിലുള്ള ഒരു ബോക്സിൽ റൗണ്ട് ബോളും പിന്നെ അതിൻ്റെ 2 ബട്ടൺസും ഉണ്ട്. ഓക്കെ, ഇതിന് 2 ബട്ടൺസ് ആണ് വരുന്നത്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബട്ടൺ. അതിൻ്റെ നടുക്കായിട്ടൊരു വീലും ഉണ്ട്. ഓക്കെ, a mouse can be used to control the position of the cursor on the screen, but it cannot be used to enter text into the computer. അതായത് പോയിന്റ് ചെയ്യാൻ പറ്റും, എൻ്റർ ചെയ്യാൻ പറ്റില്ല. അതായത് ടെക്സ്റ്റ് എൻ്റർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ജോയ്സ്റ്റിക്ക് ഇതൊരു പോയിൻറ്റിംഗ് ഡിവൈസ് ആണ്. അത് ഒരു മോണിറ്റർ സ്ക്രീനിലെ കേഴ്സർ പൊസിഷൻ മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു സ്റ്റിക്ക് ഉണ്ട്, ഒരു സ്പെറിക്കൽ ബോൾ അറ്റ് ഇറ്റ്സ് ബോത്ത് ലോവർ ആൻഡ് അപ്പർ എൻഡ്സ്. പിന്നെ ഈ സ്പെറിക്കൽ ബോൾ ഒരു സോക്കറ്റിൽ മൂവ് ചെയ്യും. പിന്നെ ജോയ്സ്റ്റിക്ക് എല്ലാ 4 ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനിങ്ങും പിന്നെ കമ്പ്യൂട്ടർ ഗെയിംസ് കളിക്കാനും വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതാണ് ജോയ്സ്റ്റിക്ക്. ലൈറ്റ് പെൻ, ഇത് ഒരു പെന്ന് പോലെ സിമിലർ ആയിട്ടുള്ള ഒരു പോയിൻറ്റിംഗ് ഡിവൈസ് ആണ്. ഇത് ഒരു ഡിസ്പ്ലേഡ് മെനുവിനെ സെലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ മോണിറ്റർ സ്ക്രീനിൽ പിക്ചേഴ്സ് വരയ്ക്കാനൊക്കെയാണ് ലൈറ്റ് പെൻ ഉപയോഗിക്കുന്നത്. ഇതിൽ ഒരു ഫോട്ടോസിൽ ഒരു ഒപ്റ്റിക്കൽ സിസ്റ്റവും ഒരു സ്മോൾ ട്യൂബിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ഒരു ലൈറ്റ് പെന്നിൻ്റെ ടിപ്പ് മോണിറ്റർ സ്ക്രീനിൽ മൂവ് ചെയ്യുമ്പോൾ ആ ഒരു പെൻ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഫോട്ടോസിൽ ഒരു എലമെൻറ്റിനെ ഡിറ്റക്റ്റ് ചെയ്തിട്ട് സ്ക്രീൻ ലൊക്കേഷൻ സെൻഡ് ചെയ്തിട്ട് ആ കറസ്പോണ്ടിങ് സിഗ്നൽ CPU-ലേക്ക് കൊണ്ടുപോകും. ഓക്കെ, ട്രാക്ക് ബോൾ ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ്. ഇതാണ് ട്രാക്ക് ബോൾ, മൗസ് പോലെ തന്നെയാണ്, പക്ഷേ കുറച്ച് വ്യത്യാസമുണ്ട്. ട്രാക്ക് ബോൾ ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ് ദാറ്റ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ നോട്ട്ബുക്ക് ഓർ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ഇൻസ്റ്റെഡ് ഓഫ് എ മൗസ്. അതായത് ഒരു നോട്ട്ബുക്കിലോ ലാപ്ടോപ്പ് കമ്പ്യൂട്ടറിലൊക്കെ മൗസിന് പകരമായിട്ട് ഉപയോഗിക്കുന്നതാണ് ട്രാക്ക് ബോൾ എന്ന് പറയുന്നത്. ഇതൊരു ഹാഫ് ഇൻസേർട്ടഡ് ബോളാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ, ഈ ബോളിൻ്റെ മുകളിൽ നമ്മൾ വിരൽ വെച്ചിട്ട് നീക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഈ മൊത്തം ഡിവൈസ് മൂവ് ചെയ്യേണ്ടാത്തത് കൊണ്ട് തന്നെ ഈ ഒരു മൗസിനേക്കാളും കുറഞ്ഞ സ്പേസ് ട്രാക്ക് ബോളിന് മതി. അടുത്തത് മൈക്രോഫോൺ ആണ്. മൈക്രോഫോൺ ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ് ടു ഇൻപുട്ട് സൗണ്ട് ദാറ്റ് ഈസ് ദെൻ സ്റ്റോർഡ് ഇൻ ഡിജിറ്റൽ ഫോം. അതായത് സൗണ്ട് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൈക്രോഫോൺ ഉപയോഗിക്കുന്നത്. അത് പിന്നീട് ഡിജിറ്റൽ ഫോമിൽ സ്റ്റോർ ചെയ്യും. ബാർകോഡ് റീഡർ ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു റീഡിംഗ് ബാർകോഡഡ് ഡാറ്റ ഇൻ ദ ഫോം ഓഫ് ലൈറ്റ് ആൻഡ് ഡാർക്ക് ലൈൻസ്. ഓക്കെ, ബാർകോഡഡ് ഡാറ്റ ഈസ് ജനറലി യൂസ്ഡ് ഇൻ ലേബലിംഗ് ഗുഡ്സ്, നമ്പറിംഗ് ദ ബുക്സ് എക്സെട്ര. ഓക്കെ, ഒപ്റ്റിക്കൽ മാർക്കർ റീഡർ, OMR എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഒപ്റ്റിക്കൽ സ്കാനറാണ്. അത് നമ്മൾ ആ ഒരു പെന്ന് കൊണ്ടോ അല്ലെങ്കിൽ പെൻസിൽ കൊണ്ടോ ചെയ്തിട്ടുള്ള മാർക്കിനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് OMR ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് യൂസ്ഡ് വേർ വൺ ഔട്ട് ഓഫ് ഫ്യൂ ആൾട്ടർനേറ്റീവ്സ് ടു ബി സെലക്റ്റഡ് ആൻഡ് മാർക്ക്ഡ്. അതായത് 4 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതിൽ 1 സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള ഓപ്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് OMR ഉപയോഗിക്കുന്നത്. ഓക്കെ, ഔട്ട്പുട്ട് ഡിവൈസസ് എന്താണെന്ന് നോക്കാം. അതായത് ആ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നിന്ന് ഡാറ്റ റിസീവ് ചെയ്യുന്ന ഡിവൈസസ് അല്ലെങ്കിൽ പെരിഫറൽ ഡിവൈസസ് ആണ് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. മോണിറ്റേഴ്സും പ്രിൻറ്റേഴ്സും 2 കോമൺ ആയിട്ടുള്ള ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്. ഓക്കെ,
An output device works by receiving a signal from the computer and using that signal to perform a task to display the output. Okay. മോണിറ്റർ കമ്പ്യൂട്ടേഴ്സ് പ്രിൻസിപ്പൽ ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് മോണിറ്ററാണ്. ഇതിനറിയപ്പെടുന്ന മറ്റൊരു പേര് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്, വീഡിയോ എന്നാണ്. അപ്പോൾ ഇത് ഡിസ്പ്ലേ ചെയ്യുന്നത് പ്രോസസ്ഡ് ഡാറ്റ ആയിട്ടുള്ള ടെക്സ്റ്റ്, ഇമേജസ്, വീഡിയോസ്, ഓഡിയോസ് ഇതൊക്കെയാണ്. ഇറ്റ് മേക്സ് ഇമേജസ് ബൈ അറേഞ്ചിങ് മൈക്രോസ്കോപ്പിക് ഡോട്ട്സ് ഇൻ എ റെക്ടാങ്കുലർ പാറ്റേൺ നോൺ ആസ് പിക്സൽസ്. അതായത് പിക്സൽസ് അറേഞ്ച് ചെയ്തിട്ടാണ് ഇമേജസ് ഫോം ചെയ്യുന്നത്. ഓക്കെ. ദ ഷാർപ്നെസ് ഓഫ് ആൻ ഇമേജ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ നമ്പർ ഓഫ് പിക്സൽസ്. അതായത് ഒരു ഇമേജിൻ്റെ ഷാർപ്നെസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് നമ്പർ ഓഫ് പിക്സൽസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ. 2 ടൈപ്പ് മോണിറ്റേഴ്സ് ആണ് വരുന്നത്, CRTയും പിന്നെ വരുന്നത് പ്ലാസ്മ മോണിറ്ററാണ്. ഓക്കെ, പ്ലാസ്മ മോണിറ്ററാണ്. അപ്പോൾ ഇതിൽ ആദ്യം CRT നോക്കാം. ഇത് കാഥോഡ് റേ ട്യൂബ് ആ ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് വരുന്നത്. അതായത് ഈ ഒരു കാഥോഡ് റേ ട്യൂബ് ഒരു ബീം ഓഫ് ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്യും. ഈ ഇലക്ട്രോണിക് ഗൺസിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഒരു ബീം ഓഫ് ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്തിട്ട് അത് ഇന്നർ സർഫസിൽ ഫോസ്ഫറസിൻ്റെ സ്ക്രീനിൽ അതെന്ത് ചെയ്യും, പോയി സ്ട്രൈക്ക് ചെയ്തിട്ട് അവിടെയാണ് സ്ക്രീനിൽ അങ്ങനെയാണ് ഇമേജസ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ. മില്യൺസ് ഓഫ് ഫോസ്ഫോറസ് ഡോട്ട്സ് 3 കളറിലായിട്ട്, റെഡ്, ബ്ലൂ, ഗ്രീൻ, ഇത് 3 കളറിലായിട്ട് മില്യൺസ് ഓഫ് ഫോസ്ഫോറസ് ഡോട്ട്സ് ആണ് മോണിറ്റർ ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ. ഡിസ്പ്ലേ ഓൺ എ ഫ്ലാറ്റ് പാനൽ monitor with a cathode ray tube. Okay, a flat panel display is a type of video display with less volume, weight and power consumption than CRT. CRTനേക്കാളും കുറച്ചുകൂടി വെയിറ്റ് കുറവും വോളിയം ലെസ് വോളിയം ആയിട്ടുള്ളതും പവർ കൺസംഷൻ കുറഞ്ഞതുമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ദേ ക്യാൻ ബി പുട്ട് ഓൺ ദ റിസ്റ്റ് ഓർ ഹാങ് ഓൺ ദ വാൾ. അതായത് നമുക്ക് വാച്ച് പോലെ ഉപയോഗിക്കാം, പിന്നെ വാളിൽ തൂക്കാം. കാൽക്കുലേറ്റേഴ്സ്, വീഡിയോ ഗെയിംസ്, മോണിറ്റേഴ്സ്, ലാപ്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ്, ഗ്രാഫിക്കൽ ഡിസ്പ്ലേസ്, ഇതൊക്കെയാണ് ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേസ് വരുന്നത്. ഓക്കെ. ഇനി അടുത്ത ടൈപ്പാണ് പ്ലാസ്മ മോണിറ്റർ. ഓക്കെ. ഇറ്റ് ഈസ് ഓൾസോ എ ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ ബട്ട് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ പ്ലാസ്മ ഡിസ്പ്ലേ ടെക്നോളജി. ഇൻ എ പ്ലാസ്മ മോണിറ്റർ എ സ്മോൾ സെൽ ഈസ് പ്രസൻറ്റ് ഇൻ ബിറ്റ്വീൻ 2 ഗ്ലാസസ് സർഫേസ് and these cells contain a solution of noble gases and mercury. അതായത് 2 ഗ്ലാസ് സർഫസിൻ്റെ ഇടയിൽ ഒരു നോബിൾ ഗ്യാസിൻ്റെയും മെർക്കുറിൻ്റെയും സൊല്യൂഷനാണ് ഉണ്ടാവുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൽ ഇലക്ട്രിസിറ്റി സപ്ലൈ വരുമ്പോൾ ആ ഒരു സെല്ല് എന്താവും, പ്ലാസ്മയും അതായത് കൺവേർട്സ് ഇൻ ടു പ്ലാസ്മ ആൻഡ് പ്രൊഡ്യൂസസ്, അതായത് ആ ഒരു ഗ്യാസ് പ്ലാസ്മയായിട്ട് മാറുകയും UV ലൈറ്റ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ. ഇറ്റ് ഈസ് മച്ച് ബെറ്റർ ദാൻ LCD മോണിറ്റേഴ്സ്. LCD മോണിറ്റേഴ്സിനെക്കാളും നല്ലതാണ് പ്ലാസ്മ മോണിറ്റർ. Printers are information output devices that allow you to print data on paper. ഹാർഡ് കോപ്പി ഡിവൈസസ് അല്ലെങ്കിൽ ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസ് ആണ് പ്രിൻ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഹാർഡ് കോപ്പിയാണ്. പിന്നെ പ്രിൻറ്റേഴ്സ് 2 കാറ്റഗറിയിലായിട്ടാണ് മാറ്റുന്നത്, ഇമ്പാക്റ്റ് പ്രിൻറ്റേഴ്സ്, നോൺ ഇമ്പാക്റ്റ് പ്രിൻറ്റേഴ്സ്. ഓക്കെ. ഇമ്പാക്റ്റ് പ്രിൻറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു ക്യാരക്ടേഴ്സ് റിബണിൽ പ്രിൻ്റ് ചെയ്യും. അതായത് ആ പേപ്പറിൽ ഒരു സ്ട്രൈക്കിങ് വരുന്ന രീതിയിലുള്ള പ്രിൻറ്റേഴ്സാണ് ഇമ്പാക്റ്റ് പ്രിൻ്റർ എന്ന് പറയുന്നത്. Or we can say that such type of printer uses print head or hammer to print the data on paper. Some types of impact printers ന്റെ type ആണ് dot matrix printer, daisy wheel printer, line printer, chain printer. Okay. ഇമ്പാക്റ്റ് പ്രിൻറ്റേഴ്സ് ഹാവ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇതാണ് ഇമ്പാക്റ്റ് പ്രിൻറ്റേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. എക്സ്ട്രീംലി ലോ കൺസ്യൂമബിൾ കോസ്റ്റ്, അതായത് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ നമുക്കിത് കിട്ടും. പക്ഷേ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത വെരി നോയ്സി, അതായത് ഭയങ്കര ശബ്ദമായിരിക്കും. ഇറ്റ് ഈസ് പെർഫെക്റ്റ് ഫോർ ലാർജ് സ്കെയിൽ പ്രിൻറ്റിങ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഇൻഎക്സ്പെൻസീവ് കോസ്റ്റ്. അതായത് ലാർജ് സ്കെയിൽ പ്രിൻറ്റിങ് ആണെങ്കിൽ ഇത് പെർഫെക്റ്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ ഇൻഎക്സ്പെൻസീവ് കോസ്റ്റ് ആണ്. ഫിസിക്കൽ കോണ്ടാക്ട് വിത്ത് ദ പേപ്പർ ഈസ് റിക്വയർഡ് ടു ഫോം ആൻ ഇമേജ്. അതായത് ഒരു ഇമേജ് ഫോം ചെയ്യാൻ അവിടെ ഫിസിക്കൽ കോണ്ടാക്ട് ആവശ്യമാണ്. നോൺ ഇമ്പാക്റ്റ് പ്രിൻറ്റേഴ്സ് നോക്കാം. ലേസർ പ്രിൻ്റർ, ഇൻജെറ്റ് പ്രിൻ്റർ. ഓക്കെ. അതായത് ഇതിൽ റിബണിൻ്റെ യൂസ് ഇല്ലാതെ ക്യാരക്ടേഴ്സ് പ്രിൻ്റ് ചെയ്യും. ഓക്കെ. ദീസ് പ്രിൻറ്റേഴ്സ് ആർ ഓഫൺ നോൺ ആസ് പേജ് പ്രിൻറ്റേഴ്സ്. ഇതിൽ ഈ നോൺ ഇമ്പാക്റ്റ് പ്രിൻറ്റേഴ്സ് അറിയപ്പെടുന്ന പേജ് പ്രിൻറ്റേഴ്സ് എന്നാണ്. അതായത് അറ്റ് എ ടൈം ഒരു ഫുൾ പേജ് പ്രിൻ്റ് ചെയ്യും. അതുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ക്വിക്കറാണ്, അതുപോലെ തന്നെ
നോയ്സ് ഉണ്ടാക്കുന്നില്ല, സുപ്പീരിയർ ക്വാളിറ്റി പ്രൊഡ്യൂസ് ചെയ്യും, പിന്നെ വൈഡ് വെറൈറ്റി റേഞ്ച് ഓഫ് ഫോൺസ്, ക്യാരക്ടർ സൈസസ് ഇതൊക്കെ വരും. ഓക്കെ, പ്ലോട്ടർ എന്ന് പറയുന്നത് മറ്റൊരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഹൈ ക്വാളിറ്റി ഗ്രാഫിക്സ്, വെറൈറ്റി ഓഫ് കളർ ഫോർമാറ്റ്സിൽ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസ് ആണ്. ഓക്കെ, ഇത് പ്രിന്ററിൻ്റെ ആ ഒരു സിമിലർ ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് കുറച്ചുകൂടി ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ലാർജ് മാപ്സ്, ആർക്കിടെക്ചറൽ ഡ്രോയിങ്, ലാർജ് ഫോർമാറ്റ് പെയിൻറ്റിങ്, പിന്നെ ഇതൊക്കെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ പിക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ, 3D പോസ്റ്റ് കാർഡ്സ് പ്രിന്റ് ചെയ്യാൻ, അഡ്വർടൈസിങ് സൈൻസ്, ചാർട്ട്സ്, വേരിയസ് ഡിസൈൻസ്, ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് ബിൽഡിംഗ് മെഷീൻസ്, ഇതൊക്കെയാണ് ഇത് പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ, ലാർജ് സൈസ് പ്രിന്റ്സ് ക്യാൻ ബി ടേക്കൺ വിയ പ്ലോട്ടേഴ്സ്. ഇറ്റ് ഇസ് സ്ലോ ആൻഡ് എക്സ്പെൻസീവ്. ഇത് സ്ലോ ആണ്, എക്സ്പെൻസീവ് ആണ്. ഓക്കെ, പ്രൊജക്ടർ എന്താന്ന് നോക്കാം. അതായത് നമുക്ക് ഈ ഔട്ട്പുട്ട് ഒരു ലാർജ് ഏരിയയിൽ അല്ലെങ്കിൽ ഒരു സ്ക്രീനിലോ അല്ലെങ്കിൽ ഒരു ചുമരിലോ കാണിക്കാൻ പറ്റുന്ന ഒരു ഡിവൈസാണ് പ്രൊജക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, it can be used to project the output of a computer and other devices onto a screen. ഒരു സ്ക്രീനിലേക്ക് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട്, അതായത് കമ്പ്യൂട്ടറിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് കാണിക്കാൻ പറ്റും. ഓക്കെ, ഇത് ടെക്സ്റ്റ്, ഫോട്ടോസ്, മൂവീസ് ഇതിനൊക്കെ മാഗ്നിഫൈ ചെയ്യുന്ന വെച്ചാൽ വലുതാക്കും. അതായത് ലൈറ്റും സൈഡ് ലെൻസസും ഉപയോഗിച്ചിട്ട് വലുതാക്കി കാണിക്കും. ഓക്കെ, as a result, it is an excellent output device for giving presentations or teaching big groups of people. അതായത് പ്രസൻറ്റേഷൻസ് കൊടുക്കാനും വലിയൊരു കൂട്ടം ആൾക്കാരെ പഠിപ്പിക്കാനൊക്കെ ഇത് ഉപയോഗിക്കും. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രൊജക്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ദേ ആർ ലൈറ്റ് വെയിറ്റ് ആണ്. വൺ പേഴ്സൺ ക്യാൻ ഈസിലി ടേക്ക് ദം ഔട്ട് ഓഫ് ദ ബോക്സ്, കണക്ട് ദം ആൻഡ് ഹാങ് ആൻ ഇമേജ് ഓൺ ദ വാൾ. ഓക്കെ, projectors can be most cost-effective option for large screen video in your home. A small projector mounted on a back shelf or bookcase or mounted on the ceiling takes up no area on the floor. അതായത് ഇതിന് പ്രത്യേകിച്ച് സ്ഥലം വേണ്ട എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത സ്പീക്കേഴ്സ് ആണ്. സ്പീക്കേഴ്സ് ആർ കണക്റ്റഡ് ടു കമ്പ്യൂട്ടേഴ്സ് ടു അലോ സൗണ്ട് ടു ബി ഔട്ട്പുട്ട്. അതായത് സൗണ്ട് ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് സ്പീക്കേഴ്സ് നമ്മൾ ഉപയോഗിക്കും. സ്മോൾ പ്ലാസ്റ്റിക് കമ്പ്യൂട്ടർ സ്പീക്കേഴ്സ് വിത്ത് ലോ സൗണ്ട് ക്വാളിറ്റി ആർ ഓഫൺ ഇൻക്ലൂഡഡ് വിത്ത് കമ്പ്യൂട്ടർ സിസ്റ്റം. കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ഓൾറെഡി സ്പീക്കേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഹെഡ്ഫോൺസ്, ടു ഹിയർ ദ സൗണ്ട് യൂസ് ഇയർബഡ്സ് വിത്ത് യുവർ PC, ലാപ്ടോപ്പ് ഓർ സ്മാർട്ട് ഫോൺ. ഇറ്റ് എനേബിൾസ് യു ടു ഹിയർ ദ സൗണ്ട് വിതൗട്ട് കോസിങ് എനി ഇൻകൺവീനിയൻസ് ടു അതേഴ്സ്. അതായത് മറ്റുള്ളവർക്ക് ശല്യമില്ലാതെ നമുക്ക് എന്തെങ്കിലും കേൾക്കാനൊക്കെ സഹായിക്കുന്നതാണ് ഹെഡ്ഫോൺസ്. ഓക്കെ, സ്റ്റീരിയോ ഫോൺസ് ആൻഡ് ഹെഡ്സെറ്റ്സ് ആർ അതർ നെയിംസ് ഫോർ ദം. ഇയർഫോൺസ് ഓർ ഇയർബഡ്സ് ആർ ദ നെയിംസ് ഫോർ ദ ഇൻ ഇയർ വേരിയൻസ്. ഓക്കെ, ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ ഫിസിക്കൽ പാർട്സ് ആണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ഇന്റേണൽ ഹാർഡ്വെയർ ഡിവൈസസ് ഇൻക്ലൂഡ്സ് മദർ ബോർഡ്, ഹാർഡ് ഡ്രൈവ്സ്, റാം. എക്സ്റ്റേണൽ ഹാർഡ്വെയർ ഡിവൈസസ് മോണിറ്റേഴ്സ്, കീബോർഡ്സ്, മൗസ്, പ്രിന്റേഴ്സ്, സ്കാനേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇന്റേണൽ ഹാർഡ്വെയർ പാർട്സിനെ അറിയപ്പെടുന്നത് കമ്പോണൻസ് എന്നും എക്സ്റ്റേണൽ ഹാർഡ്വെയർ ഡിവൈസസിനെ പെരിഫറൽസ് എന്നുമാണ് വിളിക്കുന്നത്. ഓക്കെ, സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്, ഡാറ്റ അല്ലെങ്കിൽ പ്രോഗ്രാംസ് ആണ്. ആ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് അല്ലെങ്കിൽ സ്പെസിഫിക് ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. രണ്ട് മെയിൻ കാറ്റഗറീസ് ആണ് സോഫ്റ്റ്വെയറിൽ വരുന്നത്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, സിസ്റ്റം സോഫ്റ്റ്വെയർ. ഓക്കെ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് നീഡ് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറിനെയും മറ്റും ഒക്കെ ചെയ്തിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കമ്പ്യൂട്ടർ മെമ്മറി എന്താണെന്ന് നോക്കാം. ഇത് കമ്പ്യൂട്ടർ മെമ്മറി എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബ്രെയിൻ പോലെ തന്നെയാണ്. അതിൽ ഡാറ്റ, ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇറ്റ് ഈസ് എ ഡാറ്റ സ്റ്റോറേജ് യൂണിറ്റ് ഓർ എ ഡാറ്റ സ്റ്റോറേജ് ഡിവൈസ് where data is to be processed and instructions required for processing are stored. It can store both input and output. അതായത് ഈ മെമ്മറി യൂണിറ്റിൽ നമുക്ക് ഇൻപുട്ട് ആയിട്ടുള്ളതും ഔട്ട്പുട്ട് ആയിട്ടുള്ള ഡാറ്റയൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, മെമ്മറി 3 തരത്തിലാണ് വരുന്നത്: പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി, ക്യാഷ് മെമ്മറി. ഓക്കെ, പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ മെയിൻ മെമ്മറിയാണ്. ഇത് ഡാറ്റയും അതുപോലെ തന്നെ പ്രോഗ്രാംസും ഇൻസ്ട്രക്ഷൻസും ആ ഒരു കമ്പ്യൂട്ടർ ഓപ്പറേഷൻ്റെ സമയത്ത് ഉപയോഗിക്കേണ്ട ഡാറ്റയും പ്രോഗ്രാംസും ഇൻസ്ട്രക്ഷൻസും ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് പ്രൈമറി മെമ്മറിയിലാണ്. ഇത് സെമി കണ്ടക്ടർ ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് തന്നെ സെമി കണ്ടക്ടർ മെമ്മറി എന്ന് അറിയപ്പെടുന്നുണ്ട്. 2 ടൈപ്പാണ്
വരുന്നത് റാമും റോമും. ഓക്കെ, റാൻഡം ആക്സസ് മെമ്മറിയാണ് ഫസ്റ്റ് വരുന്നത്. ഇത് വോളറ്റൈൽ മെമ്മറിയാണ്, അതായത് പവർ സപ്ലൈൻ്റെ ബേസിൽ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നത്. അതായത് പവർ സപ്ലൈ ഇല്ലാത്തപ്പോൾ ഇതിൽ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, സ്റ്റോർ ചെയ്ത ഇൻഫർമേഷൻ കൂടി നഷ്ടപ്പെട്ടു പോകും. ഓക്കെ, പിന്നെ റാം എന്ന് പറയുമ്പോൾ ബൂട്ടിംഗ് അപ്പ് ചെയ്യാനും ആ കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യാനും ഒക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഡാറ്റയും പ്രോഗ്രാംസും ടെമ്പററി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റാം ഉപയോഗിക്കുന്നത്. റീഡ് ഓൺലി മെമ്മറി, ഇതൊരു നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. അപ്പോൾ ഈ നോൺ വോളറ്റൈൽ മെമ്മറി എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പവർ സപ്ലൈ ഇല്ലാത്തപ്പോഴും ഫെയിലായി കഴിഞ്ഞോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം വന്നാലും അതിലുള്ള ഡാറ്റ നഷ്ടപ്പെട്ടു പോകില്ല. ഓക്കെ, ROM is used to store information that is used to operate the system. സിസ്റ്റത്തിനെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതാണ് റോം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് ആ ഇത് സ്റ്റോർ ചെയ്തിട്ടുള്ള പ്രോഗ്രാമുകളൊക്കെ വായിക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഓക്കെ, ടൈപ്സ് ഓഫ് റോം. PROM, പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഓക്കെ, അതായത് ഈ യൂസറിന് ഒരു പ്രാവശ്യം മാത്രം മെമ്മറി മോഡിഫൈ ചെയ്യാൻ പറ്റും. EPROM, ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഓക്കെ, അത് PROMൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. ഇത് അൾട്രാവയലറ്റ് റേസ് എക്സ്പോസ് ചെയ്തിട്ട് ഇതിലെ കണ്ടന്റ് ഇറേസ് ചെയ്യാൻ പറ്റും. ഈ EPROM, ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഓക്കെ, ഇതിൽ ഇലക്ട്രിക്കലി ഇറേസ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്തിട്ട് റീപ്രോഗ്രാമും ചെയ്യാൻ പറ്റും. സെക്കൻഡറി മെമ്മറി. ഓക്കെ, സെക്കൻഡറി മെമ്മറി എന്ന് പറയുമ്പോൾ അത് ഓക്സിലറി മെമ്മറി എന്നും ബാക്കപ്പ് മെമ്മറി എന്നും അറിയപ്പെടുന്നുണ്ട്. ഇത് വോളറ്റൈൽ മെമ്മറിയാണ്. ഇത് നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. നോൺ വോളറ്റൈൽ മെമ്മറിയാണ്, അതായത് പവർ സപ്ലൈ ഇല്ലാത്തപ്പോഴും ഡാറ്റ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഓക്കെ, യൂസ്ഡ് ടു സ്റ്റോർ എ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ, ഡാറ്റയോ അല്ലെങ്കിൽ ഇൻഫർമേഷനോ ഒരു ലാർജ് എമൗണ്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി സെക്കൻഡറി മെമ്മറി ഉപയോഗിക്കുന്നു. ദ ഡാറ്റ ഓർ ഇൻഫർമേഷൻ സ്റ്റോർഡ് ഇൻ സെക്കൻഡറി മെമ്മറി ഇസ് പെർമനന്റ് ആണ്. അതുപോലെ തന്നെ പ്രൈമറി മെമ്മറിനേക്കാളും സ്ലോ ആണ്. അതുപോലെ തന്നെ ഈ സെക്കൻഡറി മെമ്മറിയിലുള്ള ഡാറ്റ CPU-ന് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത് ആക്സസ് ചെയ്യണമെങ്കിൽ ആദ്യം മെയിൻ മെമ്മറിയിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് CPU-ലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. സെക്കൻഡറി മെമ്മറീൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഇത് സ്ലോ ആണ്, പക്ഷെ റീയൂസബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ റിലയബിൾ ആണ്, നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. പ്രൈമറി മെമ്മറിനേക്കാളും ചീപ്പറാണ്. സെക്കൻഡറി മെമ്മറീൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി ഹയർ ആണ്, ലാർജ് ആണ്. പിന്നെ ഈ ഒരു സെക്കൻഡറി മെമ്മറി ഇല്ലാതെയും കമ്പ്യൂട്ടർ സിസ്റ്റം റൺ ചെയ്യാൻ പറ്റും. ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നത് പെർമനൻ്റ് ആണ്, പവർ ഓഫ് ആകുമ്പോഴും അതിൽ ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഇനി ടൈപ്സ് ഓഫ് സെക്കൻഡറി മെമ്മറി. മാഗ്നറ്റിക് ടേപ്സ്, മാഗ്നറ്റിക് ഡിസ്ക്, ഒപ്റ്റിക്കൽ ഡിസ്ക്, CD, DVD. ഓക്കെ, ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് സെക്കൻഡറി മെമ്മറി. ക്യാഷ് മെമ്മറി, അതായത് ഇത് ഹൈ സ്പീഡ് സെമി കണ്ടക്ടർ മെമ്മറിയാണ്. അത് CPU-നെ ഫാസ്റ്റായിട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മെമ്മറിയാണ്. ഓക്കെ, ബിറ്റ്വീൻ ദ CPU ആൻഡ് ദ മെയിൻ മെമ്മറി ഇറ്റ് സെർവ്സ് ആസ് എ ബഫർ. അതായത് CPU-ൻ്റെയും മെയിൻ മെമ്മറിൻ്റെയും ഇടയിൽ ബഫറായിട്ട് സെർവ് ചെയ്യുന്നത് ആരാണ്? ക്യാഷ് മെമ്മറിയാണ്. ഓക്കെ, ഇറ്റ് ഈസ് യൂസ് ടു സ്റ്റോർ ദ ഡാറ്റ ആൻഡ് പ്രോഗ്രാംസ് ദാറ്റ് ദ CPU യൂസസ് ദ മോസ്റ്റ് ഫ്രീക്വൻറ്റ്. അതായത് CPU എപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ട ഡാറ്റ ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ക്യാഷ് മെമ്മറിയിലാണ്. ഓക്കെ, സ്റ്റോറേജ് ഡിവൈസസ്. ഓക്കെ, storage devices of computers refer to hardware used to store digital data pre-input or generated later within a computer. They can retain information temporarily or permanently, long term. അതായത് സ്റ്റോറേജ് ഡിവൈസസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പ്യൂട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡാറ്റ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന ഡാറ്റയൊക്കെ പെർമനൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടോ സ്റ്റോർ ചെയ്യുന്ന ഡിവൈസസ് ആണ് സ്റ്റോറേജ് ഡിവൈസസ് എന്ന് പറയുന്നത്. ഓക്കെ, storage device can also be called storage media or storage medium. Okay, primary storage also called prime memory, main memory or internal memory is often referred to as memory. Okay, it is the only direct accessible storage to the CPU-ന് ഡയറക്റ്റ് ആക്സസ് ഉള്ളത് പ്രൈമറി മെമ്മറിയിലാണ്. റാം, റോം ഇതൊക്കെ വരുന്നതാണ് പ്രൈമറി മെമ്മറി. ഓക്കെ, the CPU continuously reads instructions saved in the primary storage and executes them as required. All data actively operated on are also saved in a uniform manner. Secondary storage എന്താ നോക്കാം. ഇത് എക്സ്റ്റേണൽ മെമ്മറി എന്നും ഓക്സിലറി മെമ്മറി എന്നും അറിയപ്പെടുന്നുണ്ട്. അതായത് ഇത് പ്രൈമറി മെമ്മറിയിൽ നിന്നും വ്യത്യസ്തമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ CPU-ന് ഇൻഡയറക്റ്റ് ആയിട്ട് മാത്രമേ ഇതിന് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ കമ്പ്യൂട്ടേഴ്സ് ഓഫൺ റിലേ ഓൺ ഇൻപുട്ട് ഔട്ട്പുട്ട് ചാനൽസ് ടു ആക്സസ് സെക്കൻഡറി സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്ഫർ ദ ഡിസൈർഡ് ഡാറ്റ ടു ദ പ്രൈമറി സ്റ്റോറേജ്. ഓക്കെ, എക്സാമ്പിൾസ് ഓഫ് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഹാർഡ് ഡിസ്ക് ഡ്രൈവ്സും സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്സും ആണ്. ടെർഷറി സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ഇത്
അറിയപ്പെടുന്നത് ടെർഷറി മെമ്മറി എന്നാണ്. ഈ സെക്കൻഡറി മെമ്മറിനേക്കാളും ചെറിയ ഒരു ലെവൽ താഴെയാണ് വരുന്നത്. ഓക്കെ, ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് റെയർലി ആക്സസ്ഡ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത് സെക്കൻഡറി സ്റ്റോറേജിനേക്കാളും സ്ലോ ആണ്. ഇത് എക്സ്ട്രാ ഓർഡിനറി ലാർജ് ഡാറ്റ സ്റ്റോറേജിന് വേണ്ടിയിട്ട്, അതായത് ടേപ്പ് ലൈബ്രറീസ്, ഒപ്റ്റിക്കൽ ജൂക്ക് ബോക്സ്, ഇതിനൊക്കെയാണ് ടെർഷറി സ്റ്റോറേജ് ഉപയോഗിക്കുന്നത്. ഇത് നിയർ ലൈൻ സ്റ്റോറേജ് എന്നും അറിയപ്പെടുന്നത് ടെർഷറി സ്റ്റോറേജ് ആണ്. മാഗ്നറ്റിക് ടേപ്പ്, മാഗ്നറ്റിക് കാർഡ്, CD ഓർ DVD ഇതൊക്കെയാണ് എക്സാമ്പിൾ. ഓഫ്ലൈൻ സ്റ്റോറേജ് എന്താണെന്ന് നോക്കാം. ഓഫ്ലൈൻ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ഈസ് എ കൈൻഡ് ഓഫ് കമ്പ്യൂട്ടർ ഡിജിറ്റൽ സ്റ്റോറേജ് ഓൺ എ മീഡിയ ദാറ്റ് ഈസിൻറ്റ് കൺട്രോൾഡ് ബൈ CPU കൺട്രോൾ വരാത്തൊരു സ്റ്റോറേജ് ആണ് ഓഫ്ലൈൻ സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ സെക്കൻഡറിയിൽ അല്ലെങ്കിൽ ടെർഷറി സ്റ്റോറേജ് ഡിവൈസസിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റയാണ് വരുന്നത്. ഇത് ഫിസിക്കലി റിമൂവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു അറ്റാച്ച്ഡ് കമ്പ്യൂട്ടറിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യാൻ പറ്റും. ടു ആക്സസ് ഇറ്റ് അഗെയിൻ നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ ഇത് പിന്നെയും കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടും ലോങ് ടേം ഡാറ്റ സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ് ഓഫ്ലൈൻ സ്റ്റോറേജ് ഉപയോഗിക്കുന്നത്. ഫ്ലോപ്പി ഡിസ്ക്, മാഗ്നറ്റിക് ടേപ്പ്, CD ആൻഡ് DVD ഇതൊക്കെയാണ് ഓഫ്ലൈൻ സ്റ്റോറേജിന് എക്സാമ്പിൾ. 4 ടൈപ്പ് കമ്പ്യൂട്ടർ സ്റ്റോറേജ് ഡിവൈസസ് ആണ് വരുന്നത്: പ്രൈമറി, സെക്കൻഡറി, ടേർഷറി ആൻഡ് ഓഫ്ലൈൻ സ്റ്റോറേജസ്. ഓക്കെ, സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസിന് വരുന്നതാണ്, അതിനെയാണ് നമ്മൾ പിന്നെയും ഡിവൈഡ് ചെയ്യുന്നത്: ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സ്റ്റോറേജ്. ഓക്കെ, എക്സ്റ്റേണൽ സ്റ്റോറേജ് ഡിവൈസ് അറിയപ്പെടുന്നത് പോർട്ടബിൾ കമ്പ്യൂട്ടർ സ്റ്റോറേജ് ഡിവൈസസ് എന്നാണ്. ഓക്കെ, പിന്നെ അതുപോലെ ഈ ഒരു മെറ്റീരിയലിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്തൊക്കെയായിട്ട് ഡിവൈഡ് ചെയ്യാം? സെമി കണ്ടക്ടർ സ്റ്റോറേജ് ഡിവൈസ്, മാഗ്നറ്റിക് ഡിവൈസസ്, ഒപ്റ്റിക്കൽ ഡിവൈസസ് എന്ന് തിരിക്കാൻ പറ്റും. 3 ടൈപ്പാണ് വരുന്നത്. ഇതിൽ സെമി കണ്ടക്ടർ സ്റ്റോറേജ് ഡിവൈസസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് സെമി കണ്ടക്ടർ മെമ്മറി മേക്ക് യൂസ് ഓഫ് സെമി കണ്ടക്ടർ ബേസ്ഡ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ചിപ്സ് to save data and both volatile and non-volatile forms of semiconductor memory exist. Okay, examples of SSD flash memory ആണ്. മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് എന്താണെന്ന് നോക്കാം. ഇത് ഡിഫറെൻറ്റ് പാറ്റേൺസ് ഓഫ് മാഗ്നറ്റൈസേഷൻ, ഒരു മാഗ്നറ്റിക്കലി കോട്ടഡ് സർഫേസിൽ സ്റ്റോർ ചെയ്യുന്നതാണ് വരുന്നത്. ഇത് നോൺ വോളറ്റൈൽ ആണ്. എക്സാമ്പിൾ മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസിന് എക്സാമ്പിളാണ് ഫ്ലോപ്പി ഡിസ്ക്, ഹാർഡ് ഡിസ്ക് ഡ്രൈവ്, മാഗ്നറ്റിക് ടേപ്പ്, മാഗ്നറ്റിക് സ്ട്രിപ്പ്. ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് ടിപ്പിക്കലി ഒപ്റ്റിക്കൽ കമ്പ്യൂട്ടർ സ്റ്റോറേജ് ഡിവൈസസ് റെഫർ ടു ഒപ്റ്റിക്കൽ ഡിസ്ക്, അതായത് ഡിഫോർമിറ്റീസ് ഓൺ ദ സർഫസ് ഓഫ് എ സർക്കുലർ ഡിസ്ക്, അതായത് കുഴികളായിട്ട് സേവ് ചെയ്യുന്നതാണ്. എന്താ വെച്ചാൽ അവിടെ ലാൻഡ്സ് ആൻഡ് പിറ്റ് എന്നാണ് പറയുന്നത്. അതായത് അവിടെ ആ ഒരു സർഫസിൽ എന്തെങ്കിലും ഒരു ഡിഫോമിറ്റി വരുത്തിയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ടു ആക്സസ് ദ ഡാറ്റ ഓൺ ആൻ ഒപ്റ്റിക്കൽ ഡിസ്ക് ഡ്രൈവ്, കമ്പ്യൂട്ടേഴ്സ് ഇലുമിനേറ്റ് ഇറ്റ്സ് സർഫസ് വിത്ത് എ ലേസർ ഡയോഡ് ആൻഡ് ഒബ്സർവ് ദ റിഫ്ലക്ഷൻ. അതായത് അതിൽ ഒരു സർഫസിലേക്ക് എന്ത് ചെയ്യും, ഒപ്റ്റിക്കൽ ലേസർ ഡയോഡ് ലേസർ വെച്ചിട്ട് അവിടെ എന്ത് ചെയ്യും, അവിടെ സ്ട്രൈക്ക് ചെയ്തിട്ട് അതിൻ്റെ റിഫ്ലക്ഷൻ അനുസരിച്ചിട്ടാണ് അവിടെ ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, ഒപ്റ്റിക്കൽ ഡിസ്ക് സ്റ്റോറേജ് എന്ന് പറയുന്നത് നോൺ വോളറ്റൈൽ ആണ്. എക്സാമ്പിൾ CD-ROM, DVD, ബ്ലൂ-റേ ആണ്. എക്സാമ്പിൾസ് ഓഫ് പെരിഫറൽ ഡിവൈസ്, കീബോർഡ് നമ്മളിപ്പോൾ നോക്കി, മൗസ് നോക്കിയിട്ടുണ്ട്, വെബ് ക്യാം നോക്കിയില്ല. വെബ് ക്യാം എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. ഇറ്റ് ക്യാപ്ചേഴ്സ് ലൈവ് വീഡിയോസ് ആൻഡ് ഫോട്ടോസ്. യൂഷ്വലി ഇറ്റ് ഈസ് ഇൻബിൽറ്റ് ഓൺ ലാപ്ടോപ്സ് ആൻഡ് ടാബ്ലറ്റ്സ്. മോസ്റ്റ്ലി ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ വീഡിയോ കോൾസ് ആൻഡ് ലൈവ് പ്രസൻറ്റേഷൻ. സ്കാനർ എന്ന് പറഞ്ഞാൽ അനദർ പോപ്പുലർ ഇൻപുട്ട് ഡിവൈസ് ആണ്. ഇത് ഡോക്യുമെൻറ്റ്സ് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതായത് സോഫ്റ്റ് കോപ്പി ഓഫ് ഡോക്യുമെൻറ്റ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സ്പീക്കർ എന്ന് പറഞ്ഞാൽ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഓഡിയോ ഔട്ട്പുട്ട് സിഗ്നൽസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലാപ്ടോപ്സും ടാബ്ലറ്റ്സിലും ഇൻബിൽട്ട് ആയിട്ട് സ്പീക്കേഴ്സ് ഉണ്ടാവും. ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സിൽ പിന്നെ നമ്മൾ ഈ പോർട്സ് വഴി നമുക്ക് അറ്റാച്ച് ചെയ്യാനും പറ്റും. ഓക്കെ, ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഇത് 2 ഫങ്ഷൻസും ചെയ്യുന്നുണ്ട്, ഇൻപുട്ടും ഔട്ട്പുട്ടും. അതായത് കമ്പ്യൂട്ടർ ആ ഒരു ഹാർഡ് ഡിസ്കിൽ ഡാറ്റ റീഡ് ചെയ്യുമ്പോൾ അത് ഇൻപുട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ അതിലേക്ക് ഹാർഡ് ഡിസ്കിലേക്ക് സേവ് ചെയ്യുമ്പോൾ അവിടെ എന്താ ഔട്ട്പുട്ട് ഫങ്ഷണാലിറ്റിയാണ് വരുന്നത്. USB ഡ്രൈവ് അത് മറ്റൊരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ദേ ആർ കോമ്പാക്റ്റ് ആൻഡ് സ്മോൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ഇത് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതായത് കണക്റ്റഡ് അല്ലാത്ത കമ്പ്യൂട്ടേഴ്സിന് ഇടയിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ,
When you transfer data from a computer to USB drive, the USB drive provides output functionality. When you transfer data from a USB drive to the computer, the USB drive provides input functionality. ഇനി അടുത്തൊരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൻ്റെ എക്സാമ്പിളാണ് NIC, നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്. ഓക്കെ, അതായത് കമ്പ്യൂട്ടർ യൂസസ് NIC ടു കണക്ട് നെറ്റ്വർക്ക്. അതായത് നെറ്റ്വർക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. When the computer sends data to the network, it uses to the output function of the NIC. When the computer receives data from the network, it uses input function of the NIC. അതായത് NIC-യിലേക്ക് ആ ഒരു കമ്പ്യൂട്ടർ കൊടുക്കുമ്പോൾ ഡാറ്റ സെൻഡ് ചെയ്യുമ്പോൾ അത് ഔട്ട്പുട്ട് ഫങ്ഷനാലിറ്റിയും, നെറ്റ്വർക്കിൽ നിന്ന് NIC-ന്ന് ഡാറ്റ സ്വീകരിക്കുമ്പോൾ ഇൻപുട്ടാണ് വരുന്നത്. ഓക്കെ, ഇമെയിൽ കൂടി ഒന്ന് നോക്കാം. ഇമെയിലിൻ്റെ ഫുൾ ഫോമാണ് ഇലക്ട്രോണിക് മെയിൽ. അതായത് നമുക്ക് ഈ ഇൻ്റർനെറ്റിലൂടെ മെസ്സേജ് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും ഉള്ള ഒരു മാർഗ്ഗമാണ് ഇമെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് എക്സ്ചേഞ്ചിങ് മെസ്സേജസ് മെയിൽ ബിറ്റ്വീൻ പീപ്പിൾ യൂസിങ് ഇലക്ട്രോണിക് ഡിവൈസസ്. ടു റിസീവ് ഇമെയിൽസ് റിസീവ് ചെയ്യാൻ നമുക്കൊരു ഇമെയിൽ അക്കൗണ്ടും ഒരു ഇമെയിൽ അഡ്രസ്സും വേണം. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരാൾക്ക് നമ്മൾ ഇമെയിൽ മെസ്സേജ് സെൻഡ് ചെയ്യണമെങ്കിൽ അവരുടെ ഇമെയിൽ അഡ്രസ്സ് നമുക്ക് വേണം. ഓക്കെ, റേ ടോമിൽസൺ ആണ് ഫാദർ ഓഫ് ഇമെയിൽ സിസ്റ്റം എന്നറിയപ്പെടുന്നത്. അദ്ദേഹം അർപ്പാനെറ്റിന് വേണ്ടിയിട്ടാണ് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ദ മെത്തേഡ് ഓഫ് എക്സ്ചേഞ്ചിങ് മെസ്സേജസ് ഇൻസ്റ്റൻ്റ്ലി ഫ്രം വൺ സിസ്റ്റം ടു അനദർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നതാണ് ഇമെയിൽ. ദ മെയിൽ ക്യാൻ ബി സെൻഡ് ടു മോർ ദാൻ വൺ റെസിപ്പിയൻറ്റ്. അതായത് മോർ ദാൻ വൺ റെസിപ്പിയൻറ്റിന് നമുക്ക് ഇമെയിൽ സെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, മെയിൽ നമുക്ക് ഒന്നിലധികം ആൾക്കാർക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അതായത് നമുക്കിതിൽ ഈ ഒരു BCCയിലേക്ക് അവരുടെ നെയിം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ അഡ്രസ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇമെയിൽ അഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലാണ് വരുന്നത്. അതിൽ യൂസർ നെയിമും അറ്റ് റൈറ്റ് സിമ്പലും ഇമെയിൽ പ്രൊവൈഡേഴ്സ് ഡൊമൈനുമാണ് വരുന്നത്. CC എന്ന് പറഞ്ഞാൽ കാർബൺ കോപ്പിയാണ്. അതായത് നമ്മളിപ്പോൾ ഒന്നിലധികം ആൾക്കാർക്ക് സെൻഡ് ചെയ്യുമ്പോൾ CCയിലാണ് ആഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആർക്കൊക്കെയാണ് സെൻഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കാണാൻ പറ്റും. ഓക്കെ, BCC എന്ന് പറയുമ്പോൾ ബ്ലാക്ക് കാർബൺ കോപ്പിയാണ്. ഇത് നമുക്ക് ഒന്നിലധികം ആൾക്കാർക്ക് സെൻഡ് ചെയ്യാം, പക്ഷെ ആർക്കൊക്കെയാണ് പോയിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ BCCയിൽ ഒരാൾക്ക് ഒരു കോപ്പി മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, യൂസർ നെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തം ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന നെയിമാണ്. ബിസിനസ് ഓർഗനൈസേഷന് മറ്റുള്ളവർക്ക് അവരുടേതായിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഡൊമൈൻ ഉണ്ടാവും. ഓക്കെ, വെബ്മെയിൽ പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത് യാഹു, മൈക്രോസോഫ്റ്റിൻ്റെ ഔട്ട്ലുക്ക്, പ്രീവിയസ്ലി ഹോട്ട്മെയിൽ ആയിരുന്നു ഗൂഗിൾസ് Gmail. ഓക്കെ, ദീസ് പ്രൊവൈഡേഴ്സ് ആർ പോപ്പുലർ ബിക്കോസ് ദേ അലോ യു ടു ആക്സസ് your email account from anywhere with an internet connection. Okay, you can also access webmail on your mobile device. These emails are usually professional purpose. Okay, അതായത് ഇതിൽ നമുക്ക് ഡൊമൈൻ നോക്കിക്കഴിഞ്ഞാൽ എന്ത് ഓർഗനൈസേഷൻ ആണെന്ന് മനസ്സിലാവാൻ പറ്റും. ഓക്കെ, അതായത് .gov ആണെങ്കിൽ ഗവൺമെൻറ് വെബ്സൈറ്റ്സ് ആണ്. .edu ആണെങ്കിൽ ഫോർ സ്കൂൾസ്. .mil ഫോർ മിലിറ്ററി ബ്രാഞ്ചസ്. .org നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ആണ്. ഓക്കെ, ഇമെയിൽ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ കേസ് സെൻസിറ്റീവ് അല്ല. അതായത് ഇമെയിൽ അഡ്രസ്സിൽ സ്പേസസ് അലൗഡ് അല്ല. ഓക്കെ, ഇമെയിൽ മെസ്സേജ് കംപ്രൈസ് ഓഫ് ഡിഫറെൻറ്റ് കമ്പോണൻറ്റ്സ്. ഇമെയിൽ ഹെഡർ, ഗ്രീറ്റിംഗ്സ്, പിന്നെ ടെക്സ്റ്റ്, സിഗ്നേച്ചർ. ഓക്കെ, ഇതൊക്കെ വരുന്നതാണ്. ഈ വേൾഡ് വൈഡ് വെബ് കണ്ടുപിടിച്ചത് ടിം ബെർണേഴ്സ്-ലീ ആണ് 1990. ഓക്കെ, ഇൻ്റർനെറ്റ് ബ്രൗസർ എന്താ നോക്കാം. അതായത് അതറിയപ്പെടുന്നത് വെബ് ബ്രൗസർ അല്ലെങ്കിൽ ബ്രൗസർ എന്നറിയപ്പെടുന്നുണ്ട്. ഇതൊരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമാണ്. അതായത് നമുക്ക് ഈ ഒരു വെബ് പേജസ് കാണാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻ്റർനെറ്റ് ബ്രൗസർ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതായത് ഇൻ്റർനെറ്റിലേക്കുള്ള ഒരു ഗേറ്റ് വേ ആണ് ബ്രൗസർ എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ ആ ഒരു കോഡ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ആ ഒരു വെബ്സൈറ്റിനെ ക്രിയേറ്റ് ചെയ്യുക, അതൊക്കെയാണ് വരുന്നത്. ഓക്കെ, വെബ് ബ്രൗസേഴ്സ് വർ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് 1990 ഫസ്റ്റ് വെബ് ബ്രൗസർ എന്നറിയപ്പെടുന്നത് വേൾഡ് വൈഡ് വെബാണ്. ഇതിൻ്റെത് പേര് മാറിയിട്ടുണ്ട്, നെക്സസ് ആണ്. ടിം ബെർണേഴ്സ്-ലീ ആണ് ക്രിയേറ്റ് ചെയ്തത്. പിന്നെ നമുക്ക് കുറച്ച് വെബ് ബ്രൗസേഴ്സിൻ്റെ ഇൻ്റർനെറ്റ് ബ്രൗസറിൻ്റെ എക്സാമ്പിളാണ് മോസില്ല ഫയർഫോക്സ്, ഗൂഗിൾ ക്രോം, മൈക്രോസോഫ്റ്റ് എഡ്ജ്. ഫോർമർലി
ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, ആപ്പിൾ സഫാരി, ഒപ്പേറ. സെർച്ച് എഞ്ചിൻ, അതായത് ഇതിൽ ഡാറ്റാബേസ് ഓഫ് ഇൻഫർമേഷൻ, അതായത് യൂസേഴ്സിൻ്റെ ക്വറി അനുസരിച്ചിട്ട്, ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് ഡാറ്റാബേസ് ഓഫ് ഇൻഫർമേഷൻ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുന്നതാണ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. അതായത് ഈ സെർച്ച് എഞ്ചിൻ ഒരു ലിസ്റ്റ് ഓഫ് റിസൾട്ട്സ് നമുക്ക് കാണിക്കും. അതിൽ ഫസ്റ്റ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത് ആർച്ചിയാണ്. അത് FTP ഫയൽസ് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് ടെക്സ്റ്റ് ബേസ്ഡ് സെർച്ച് എഞ്ചിൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറോണിക്കയാണ്. ഓക്കെ, മോസ്റ്റ് പോപ്പുലർ സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത് ഗൂഗിളാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് സെർച്ച് എഞ്ചിൻസ് ആണ് AOL, ask.com, ബൈദു, ബിങ്, യാഹു. ഓക്കെ, സെർച്ച് എഞ്ചിൻ എന്ന് പറയുമ്പോൾ ബ്രൗസറിലൂടെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി സോഷ്യൽ നെറ്റ്വർക്കിൽ, അതായത് നമുക്ക് ഈ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യാനൊക്കെ വരുന്നതാണ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. സോഷ്യൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോംസ് ആണ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ, പിൻട്രസ്റ്റ്. ഫേസ്ബുക്ക്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്, ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ഫേസ്ബുക്ക് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ നെറ്റ്വർക്കാണ്. അതായത് പീപ്പിള്, ബിസിനസ്, ഓർഗനൈസേഷൻസ് ഇതൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഇത് ക്രിയേറ്റ് ചെയ്തത് 2004 മാർക്ക് സുക്കർബർഗ് ആണ്. ഇത് ഒരു വേൾഡിലെ ലാർജസ്റ്റ് സോഷ്യൽ നെറ്റ്വർക്കാണ്. ഇൻസ്റ്റഗ്രാം എന്ന് പറഞ്ഞാൽ ഇത് മെയിനായിട്ട് വിഷ്വൽ മീഡിയ, ഫോട്ടോസും വീഡിയോസും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഇത് ഫൗണ്ട് ചെയ്തത് 2010 കെവിൻ സിസ്റ്റോമും മൈക്ക് ക്രീജറുമാണ്. ഇൻസ്റ്റഗ്രാം എന്ന് പറയുമ്പോൾ ഇതിൽ ഡയറക്റ്റ് മെസ്സേജിങ് ഫീച്ചർ അതിന് തന്നെ ഉണ്ട്. ട്വിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ നെറ്റ്വർക്കാണ്. അതായത് ഷോർട്ട് മെസ്സേജസ്, ട്വീറ്റ്സ് ഉപയോഗിച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്വിറ്റർ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത് 280 ക്യാരക്ടേഴ്സാണ് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇത് ഫൗണ്ട് ചെയ്തത് 2006 ജാക്ക് ഡോഴ്സിയും നോവ ഗ്ലാസും ബിസ് സ്റ്റോണും ഇവാൻ വില്യംസും ആണ്. ഇറ്റ് വാസ് ഓൺഡ് ബൈ ട്വിറ്റർ ഇങ്ക്. ഇതിൻ്റെ CEO പ്രരാഗ് അഗർവാളാണ്. പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റാണ്. അതായത് ഇമേജ് സേവിങ്, ഷെയറിങ് ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. പിൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തത് ബെൻ സിൽബർമാനും പോൾ സിയാറയും പിന്നെ ഈവൻ ഷാർപ്പുമാണ് 2009. ഇത് ഓൺ ചെയ്തിട്ടുള്ളത് പിൻട്രസ്റ്റ് ഇങ്ക് ആണ്. ഓക്കെ, ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ എന്താണെന്ന് നോക്കാം. അതായത് ഈ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മുടെ മാൽവെയർ, സൈബർ ക്രൈംസ് എന്നൊക്കെ കമ്പ്യൂട്ടറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയറാണ് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ. എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡാറ്റ, വെബ് പേജസ്, ഫയൽസ്, സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് ഇതിലൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ സസ്പീഷ്യസ് എറേഴ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സസ്പീഷ്യസ് ബിഹേവിയർ ഉണ്ടെങ്കിൽ അതിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ സ്പൈവെയർ എന്ന് പറഞ്ഞാൽ സെൻസിറ്റീവ് ഇൻഫർമേഷൻ സ്റ്റീൽ ചെയ്യുന്നതാണ് സ്പൈവെയർ എന്ന് പറയുന്നത്. റാൻസം വെയർ, എക്സ്റ്റോർട്ടിംഗ് മണി വൈറസസ് ആണ്. വോംസ്, സ്പ്രെഡിംഗ് കോപ്പീസ് ബിറ്റ്വീൻ കമ്പ്യൂട്ടേഴ്സ്. ട്രോജൻസ്, പ്രോമിസിങ് വൺ തിങ് ബട്ട് ഡെലിവറിങ് അനദർ. ആഡ്വെയർ, അഡ്വർടൈസിംഗ് ആണ്. സ്പാം, സ്പ്രെഡിംഗ് അൺവാണ്ടഡ് ഇമെയിൽസ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർസ്: നോർട്ടൺ ആൻറ്റിവൈറസ്, അവാസ്റ്റ് ആൻറ്റിവൈറസ്, അഡാവെയർ ആൻറ്റിവൈറസ്, ട്രെൻഡ് മൈക്രോ ആൻറ്റിവൈറസ്, പാൻഡാഡോം എസെൻഷ്യൽ, കാസ്പർസ്കി, സോഫോസ് ഹോം, വൂഡോ ഷീൽഡ്. യൂണിക്കോഡ് എന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടർ എൻകോഡിംഗ് സ്റ്റാൻഡേർഡാണ്. അപ്പോൾ ഇതൊരു ക്യാരക്ടർ എൻകോഡിംഗ് സ്റ്റാൻഡേർഡാണ്. അതായത് ഈ ആസ്കി ക്യാരക്ടേഴ്സ് എല്ലാ ലാംഗ്വേജസിനെയും കവർ ചെയ്യുന്ന രീതിയിൽ വന്നില്ല, അതുകൊണ്ടാണ് യൂണിക്കോഡ് വന്നത്. അതായത് ഇതിൻ്റെ ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതായത് ഒരു യൂണിവേഴ്സൽ ക്യാരക്ടർ എൻകോഡിംഗ് സ്റ്റാൻഡേർഡാണ്. ഇത് 100,000 ക്യാരക്ടേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, വൈഡ് വെറൈറ്റി ഓഫ് എൻകോഡിംഗ് ഉണ്ട്. 3 ടൈപ്പാണ്: UTF-8, UTF-16, UTF-32. ഓക്കെ, UTF-8 ആണ് മോസ്റ്റ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇത് അതായത് യൂണിക്കോഡ് സിസ്റ്റത്തിൻ്റെ അക്രോണിമാണ്. പിന്നെ അതുപോലെ തന്നെ UTF-ൻ്റെ ഫുൾ ഫോം യൂണിക്കോഡ് ട്രാൻസ്ഫോർമേഷൻ ഫോർമാറ്റ് ആണ്. ഇമ്പോർട്ടൻസ് ഓഫ് യൂണിക്കോഡ് എന്ന് പറഞ്ഞാൽ അത് ഒരു യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് തന്നെ സിംഗിൾ ആപ്ലിക്കേഷൻ വേരിയസ് പ്ലാറ്റ്ഫോംസിൽ റൺ ചെയ്യാൻ പറ്റും. പിന്നെ വേരിയസ് ഡിഫറെൻറ്റ് ലാംഗ്വേജസിൽ നമുക്ക് ചെയ്യാം. സെയിം ആപ്ലിക്കേഷൻ അഗെയിൻ ആൻഡ് അഗെയിൻ എഴുതേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ലാംഗ്വേജസിലേക്കുള്ള ഒരു കോമൺ ആയിട്ടുള്ള എൻകോഡിംഗ് സ്റ്റാൻഡേർഡാണ്. അതായത് ഒരു കോഡിൽ നിന്ന്, അതായത് ഒരു ലാംഗ്വേജിൽ നിന്ന് മറ്റൊരു ലാംഗ്വേജിലേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് പ്രിഫേർഡ് ബൈ മെനി കോഡിംഗ് ലാംഗ്വേജസ്. അതായത് XML ആൻഡ് ടൂൾസ് ആൻഡ്
ആപ്ലിക്കേഷൻസ് ഈ ഒരു സ്റ്റാൻഡേർഡാണ് ഉപയോഗിക്കുന്നത്. അഡ്വാൻറ്റേജസ്: ഇറ്റ് ഈസ് എ ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഫോർ എൻകോഡിംഗ്. It has support for mixed script computer environment. The encoding has space efficiency and hence saves memory. A common scheme for web development. Increase the data interoperability of code on cross platforms. Saves time and development cost of applications. Okay. വെബ്സൈറ്റ് ആണ് നമ്മൾ ലാസ്റ്റ് ടോപ്പിക്ക് വരുന്നത്. അതായത് ഇതിൽ വെബിൽ ഒരു സൈറ്റ് എന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് കളക്ഷൻ ഓഫ് വെബ് പേജസ് ആണ് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഓൺലൈൻ പേജ് ആണ്. ഓക്കെ, ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന പേജസ് ആണ് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ടെക്നിക്കലി നമുക്ക് വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ഇൻ്റർലിങ്ക്ഡ് പേജസ് ആണ്. ഓക്കെ, ഈ പേജസ് ആണ് വെബ് പേജസ് എന്ന് പറയുന്നത്. അത് കോമൺ ആയിട്ട് അതിൽ ഇൻഫർമേഷൻ വരുന്നത് ഒരു ബിസിനസ്സിൻ്റെയോ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെയോ അല്ലെങ്കിൽ മറ്റ് ആൾക്കാരുടെയോ ആണ്. ഓക്കെ, ദ ഇൻഫർമേഷൻ മേ ബി ഡിഫറെൻറ്റ് ഫോർമാറ്റ്സ് ലൈക്ക് ടെക്സ്റ്റ്, ഇമേജസ്, വീഡിയോസ്, ഓഡിയോ, ആനിമേഷൻ, ഇതുപോലെയൊക്കെ ഉള്ള കാര്യങ്ങളായിരിക്കും. അതുപോലെ തന്നെ ബൈയിങ് ആൻഡ് സെല്ലിങ് പ്രോഡക്ട്സ്, ഡൗൺലോഡിങ് ഡിജിറ്റൽ പ്രോഡക്ട്സ്, ഇതൊക്കെയാണ് വരുന്നത്. അതായത് ഇത് ഓരോ സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട്, ഒരു സ്പെസിഫിക് ഗോളിന് വേണ്ടിയിട്ട് ചെയ്തതായിരിക്കും. ഓക്കെ, the organizations and business through their website aim to provide information and services to their members and customers. Websites also have become a medium of entertainment. Entertainmentന് വേണ്ടിയിട്ടുള്ള വെബ്സൈറ്റ്സും ഉണ്ട്. ഓക്കെ, കൊമേഴ്സ് വെബ്സൈറ്റ്സും ഉണ്ട്. അതായത് എക്സാമ്പിളായിട്ട് ആമസോൺ ഒരു ബിസിനസ് വെബ്സൈറ്റ് ആണ്. ബ്ലോഗ് വെബ്സൈറ്റ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ഓൺ വേരിയസ് ടോപ്പിക്സ്. Entertainment website allows watching movies and videos, listening to songs, playing games, so on. Okay, www.youtube. News portal makes readers updated with the latest news on the world scenario. Okay, membership sites, അത് എക്സാമ്പിൾ ആണ് നെറ്റ്ഫ്ലിക്സ്. അതായത് പ്രീമിയം കണ്ടന്റ് പെയ്ഡ് മെമ്പേഴ്സിന് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് മെമ്പേഴ്സിന് കൊടുക്കുന്നതാണ്. സോഷ്യൽ മീഡിയ സൈറ്റ്, അതായത് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഫേസ്ബുക്ക്. എഡ്യൂക്കേഷൻ വെബ്സൈറ്റ് സ്കൂളിന്, യൂണിവേഴ്സിറ്റിക്ക്, ഇൻഡിപെൻഡൻറ്റ് അക്കാഡമിക്ക്, ഇതൊക്കെ വരുന്നതാണ്. ഗവൺമെൻറ് സൈറ്റ്, അതായത് ഗവൺമെൻറ്റിൻ്റെ സർവീസസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് സൈറ്റ് വരുന്നത്. സെർച്ച് എഞ്ചിൻ സൈറ്റ്, സെർച്ച് എഞ്ചിന്, അതായത് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. മോസ്റ്റ് പോപ്പുലർ വെബ്സൈറ്റ്സ് 2021 youtube.com, ഇതൊക്കെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം 3/4 മണിക്കൂറായി. അത്രയും നേരം കേട്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.